അക്വാപോണിക്സിന്റെ നട്ടെല്ല് ഫിൽറ്ററാണ്. പക്ഷേ ഗവൺമെന്റ് ആയാലും ഫിഷറീസ് ആയാലും അതിന് ശരിക്കും ഒരു വാല്യൂ കണ്ടില്ല. പക്ഷേ ഈ ഫിൽറ്റർ ഇല്ലാതെ ഒന്നും നടക്കില്ല. പക്ഷെ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നല്ലൊരു ഡിസൈൻ ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി. ഫുള്ള് ഫൈബറിൽ ക്രിയേറ്റ് ചെയ്ത് സ്ക്രാപ്പ് യൂസ് ചെയ്യില്ല. പക്ഷേ ഇതിന്റെ ഒരു ഹൈലൈറ്റ് സ്ക്രാപ്പ് വെച്ച് ഉണ്ടാക്കുന്ന ഫിൽറ്ററിനേക്കാൾ എമൗണ്ട് കുറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും. അതാണ് ശരിക്കും ഞങ്ങൾ ഏറ്റവും വലിയ സക്സസ് ആയത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു നിങ്ങളുടെ ആ ഒരു വീണ്ടും ഉള്ള കണ്ടുമുട്ടലും അല്ലേ? ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ആശയം ഷെയർ ചെയ്യും, ഇങ്ങനെ ഇതൊരു ബിസിനസ്സായി മാറുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ശരിക്കും എത്ര വർഷം വർക്ക് ചെയ്യാൻ തുടങ്ങി? ഞങ്ങൾ 8 വർഷമായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം 80 ഫാമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്വ സർക്കിൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലൊക്കെ എത്തുന്നത് ലോക്ക്ഡൌണിന് ശേഷം. ലോക്ക്ഡൌൺ വന്ന് എല്ലാവരും ഫ്രീ ആയി, ആർക്കും അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന് വെറുതെ ഇരിക്കുക. പക്ഷെ ഞങ്ങൾ ആ സമയം ശരിക്കും യൂസ് ചെയ്തു. ഞങ്ങൾ ആ സമയത്ത് ശരിക്കും പ്ലാൻ ചെയ്ത് ഇനി വരാൻ പോകുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് ആലോചിച്ച് വരച്ചുണ്ടാക്കി, പിന്നെ സ്കെച്ച് ചെയ്ത്, പിന്നെ 3D ചെയ്ത്, അങ്ങനെ ഒരുപാട് കമ്പനികളെ സമീപിച്ച് ഈ രീതിയിൽ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് വെച്ച് അങ്ങനെ ഒരു കമ്പനി ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്ന് അവർ ചെയ്തു തന്നത്. അപ്പോൾ ശരിക്കും വളരെ സക്സസ് ആയി.